സിനോജ്, ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് തുടങ്ങിയത് ഡൽഹി ആക്രമണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. വളരെ വേഗത്തിൽ തന്നെ വളരെ സ്വാഭാവികമായി പറ്റിക്കപ്പെടാൻ പാകത്തിൽ വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു തട്ടിപ്പ് ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ വാർത്തയിലേക്ക് എത്തിയത് സിനോജ്? സ്മൃതി, മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 17-ാം തീയതിക്ക് ശേഷമാണ് കേരളത്തിൽ സജീവമായി തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്. കാരണം 17-ാം തീയതി മുതലാണ് OTP നിർബന്ധമാക്കിയത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികൾ കർശന നിർദ്ദേശം നൽകിയിരുന്നു. വാഹനം പുക പരിശോധനയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ RC ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് പരിവാഹൻ സൈറ്റിൽ നിന്നൊരു OTP പോകും. ആ OTP നൽകിയാൽ മാത്രം വാഹനത്തിന് പുക പരിശോധിക്കാൻ കഴിയുള്ളൂ. ആ OTP കൊടുത്താൽ മാത്രമേ ആ സൈറ്റിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അത് മാത്രമല്ല, പുക പരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന വാഹനത്തിന്റെ ചിത്രം 2 മോഡലുള്ള ചിത്രങ്ങൾ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. 5 സെക്കൻഡുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പുക പോലും പരിശോധിക്കാൻ കഴിയുള്ളൂ. ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് മറികടന്നുകൊണ്ടാണ് പരിവാഹൻ വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകാർ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ റാക്കറ്റായി പ്രവർത്തിക്കുന്നത്. നമ്മൾ ചെയ്തത് ഹരിയാനയിലുള്ള ഒരു അംഗീകൃത പുക പരിശോധന കേന്ദ്രത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് നമ്മുടെ വാഹനത്തിൽ അവർ നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള റാക്കറ്റുകളും കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മുടെ വാർത്ത അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ രീതിയിൽ എടുത്തിരിക്കുന്ന വാഹനങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിമിഷ നേരം കൊണ്ടാണ് ഈ സൈറ്റിന്റെ ഈ വാഹനത്തിന്റെ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ ലഭിക്കുന്നത്. ഒരു പുക പരിശോധന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ മിനിമം 5 മിനിറ്റ് എങ്കിലും എടുക്കും. കാരണം ഈ രേഖകളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് OTP ലഭിച്ച വാഹനത്തിന്റെ ചിത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വാഹനത്തിന്റെ ബോണറ്റ് തുറന്ന് ഇത് പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മിനിമം 5 മിനിറ്റ് ലഭിക്കേണ്ടതുണ്ട്. പരിവാഹൻ സൈറ്റ് ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലോ ആണെങ്കിൽ ചിലപ്പോൾ 10, 15, 20 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വരും. ആ സ്ഥലത്താണ് നമ്മൾ ഒരു വാഹനത്തിന്റെ മുഴുവൻ ചിത്രം പോലും വേണ്ട, നമ്പർ പ്ലേറ്റിന്റെ ഒരു ഭാഗം അയച്ചു കൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വാട്സപ്പിൽ PDF ആയിട്ട് ഈ പുക പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് പരിവാഹൻ സൈറ്റിൽ കൃത്രിമമായിട്ടാണ് ഇവർ നമ്മുടെ ഈ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ചെയ്യണമെങ്കിൽ പരിവാഹൻ സൈറ്റിനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വേണം. ഈ പരിവാഹൻ സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററാണ്. അതുകൊണ്ട് തന്നെ NIC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ച് ഇത്തരത്തിലുള്ള വ്യാജ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി ഏത് രീതിയിലാണ് പരിവാഹൻ സൈറ്റിന്റെ അൽഗോരിതം മറികടന്നുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതിന് കേരളത്തിൽ മാത്രമല്ല കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ ഈ പരിവാഹൻ സൈറ്റ് നിയന്ത്രിക്കുന്ന NIC ഉൾപ്പെടെ സംവിധാനങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പ് കൂടിയാണ്. കേരളത്തിൽ മാത്രമായിരിക്കാൻ സാധ്യതയില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ റാക്കറ്റുകളാണ് കേന്ദ്രത്തിലേക്ക് ഇത് വാട്സപ്പ് വഴിയാണ് ഈ നമ്പറുകൾ അയച്ചു കൊടുക്കുന്നത്. തുടക്കത്തിലും ഈ വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിലേക്ക് ഈ മലയാളത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് സന്ദേശം അയക്കുന്നു. നിങ്ങൾ വാഹനത്തിൽ ചിത്രം അയച്ചു തന്നാൽ ഞങ്ങൾ ഇത്തരത്തിൽ പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുത്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ OTP ഇല്ലാത്ത വാഹനങ്ങൾ പുക പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട്. പഴയ വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഈ ഫെയിലറാകുന്ന എഞ്ചിൻ തകരാറ് മൂലം ഫെയിലറാകുന്ന വാഹനങ്ങളുണ്ട്. അത്തരത്തിലുള്ള വാഹനങ്ങളുടെ ചിത്രം അയച്ചു കൊടുത്താൽ അതും ചെറിയ തുകയ്ക്കാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. ബൈക്കാണെങ്കിൽ കേരളത്തിൽ ഒരു ഇരുചക്ര വാഹനത്തിന് 80 രൂപ കൊടുത്താൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ ഇവർക്ക് 30 രൂപ അയച്ചു കൊടുത്താൽ മതി. കാറിനും അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾ ആണെങ്കിൽ കൂടി 50 രൂപ നൽകിയാൽ മതി. അതും ഈ സർട്ടിഫിക്കറ്റ് ഇവർ വാട്സപ്പ് വഴി അയച്ചു കിട്ടിയ ശേഷം മാത്രം പണം Google Pay ചെയ്ത് കൊടുത്താൽ മതി. QR കോഡ് സ്കാനറാണ് അവർ അയച്ചു തരുന്നത്. അതുവഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് പോലീസിന് വാഹന പരിശോധന നടത്തുമ്പോൾ ഇത് കണ്ടുപിടിക്കുക പ്രയാസമാണ്. കാരണം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ഈ സെന്ററിന്റെ കോഡ് HR, ഹരിയാന ആണെങ്കിൽ HR എന്ന് ഉണ്ടായിരിക്കും, കേരളമാണ് KL എന്നുണ്ടായിരിക്കും. ഇത് ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഈ വ്യത്യാസം ഉണ്ടാവുക. അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ പോലീസിനും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിനും മോട്ടോർ വാഹന വകുപ്പിനും നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററുമായിരിക്കും ഈ തട്ടിപ്പ് കണ്ടെത്താൻ എളുപ്പമുള്ള വഴിയെന്ന് പറയുക. ശരി, സിനോജ് തോമസ് ആണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വാഹന പുക പരിശോധനയുടെ പേരിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.